ഹലോ. ഹായ് ബ്രോ, ഹായ്, ഹായ്, നമസ്കാരം. നമസ്കാരം. എന്താണല്ലേ? Yeah, yeah, yeah. ഇവിടെ നോക്കിയാലും സൈബർ സെക്യൂരിറ്റി. Yeah, സൈബർ സെക്യൂരിറ്റി ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ നമ്മുടെ നാടിന്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ എത്തിക്കൽ ഹാക്കിംഗ് ആണ് എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ? എല്ലാരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. പക്ഷേ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് എത്തിക്കൽ ഹാക്കിങ്ങിനെ കാട്ടിയും മെയിനായിട്ട് നമുക്ക് വേണ്ടത് സൈബർ സെക്യൂരിറ്റിയും ഡിജിറ്റൽ ഫോറൻസിക്കുമാണ്. അപ്പോൾ ഹായ് എവരിവൺ, ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് അനന്ത് ബി അർജുൻ. എൻ്റെ കൂടെ നിങ്ങളുടെ ഹോസ്റ്റ് ആദിദേവ്. ആദിത്യദേവ് ഷിഫി. ഡിജിറ്റൽ ഫോൺ പക്ഷേ എൻ്റെ കേസ് അല്ല, ഞാൻ കോമൺ ആയിട്ടുള്ള കേസ് പറയുകയാണെങ്കിൽ പല ആൾക്കാർക്ക് അറിയാത്തൊരു കേസസ് ആണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ലൈക്ക് എൻ്റെ പി ഒ വി, പക്ഷേ ഇതിനകത്ത് പല ആൾക്കാർക്കും സൈബർ സെക്യൂരിറ്റിയുള്ള പല പല ഏരിയാസ് അറിയാം. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ ഒരാൾക്ക് ഇപ്പോൾ ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ അറിയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഫോർ അതെ അതെ എക്സാമ്പിൾ അതെ. ഇപ്പോൾ മറ്റേ സി എച്ച് മാത്രം എത്തിച്ച കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ ഇപ്പോൾ ആരുടെ ചോദിച്ചാലും നോക്കിയേ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് ആണ് പഠിക്കുന്നതൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് അതെ. സി എച്ച് മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ഏരിയ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ആ, ഈ ഫോൺ. ഈ ഇപ്പോൾ ഉള്ള ന്യൂ ജെൻ എന്നല്ല, നമ്മുടെ തന്നെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ആരും സൈബർ സെക്യൂരിറ്റി അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവര് ഹാക്കിങ്, അതെന്താണ്, എങ്ങനെ വേറൊരു സംഭവം ഹാക്ക് ചെയ്തെടുക്കാം, അവര് അങ്ങനത്തെ ഉള്ള ചിന്താഗതികളാണ്. അതേസമയം അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് ചിന്തിക്കുന്നവര് ഭയങ്കര റെയർ ആണ്. അത് സൈബർ സെക്യൂരിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ എന്നാണോ അത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ആ, മുൻഗണന കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഏരിയസ് ഉണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് അതിനകത്ത് വൺ ഓഫ് ദ ഏരിയ ആണ്, അല്ലെന്നല്ല. പക്ഷെ എന്നാൽ അതെ കൂടെ ഈ ഫോറൻസിക് എന്നൊരു ഒരു മെയിൻ പാർട്ടാണ്. അത് അതെ അനലൈസ് അതെ ചെയ്യാൻ എന്ന് പറയുന്നത് കൂടുതലും ലൈക്ക് ടൂൾസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് നമ്മുടെ ഓട്ടോപ്സി ടൂളാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പല ആൾക്കാരും സ്ട്രീമിങ്ങിനകത്ത് കണ്ടിട്ടില്ലേ, എന്താണ് ഫയലില് ഗെയിം കളിക്കുമ്പോൾ ഫയല് കണ്ടുപിടിക്കാൻ വേണ്ടി രജിസ്ട്രി എഡിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് എക്സ്പ്ലോർസ് അതെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇതിന് എവിഡൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഫ് ടി കെ ഇമേജ് എന്ന ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, ഇല്ലെന്നല്ല, എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, ഫോറൻസിക് ഉണ്ട്. ഈ നമ്മുടെ ഗവേൺസ് എന്ന് പറയും, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗവേൺസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഏരിയയും കൂടെ ഉണ്ട്. ഫോർ ഉം, എക്സാമ്പിൾ ഓഡിറ്റിംഗ് ആൻഡ് അതേപോലെ തന്നെ ഉം. എന്താണ് ബിസിനസ് മെത്തോളജീസ്. ഐ എസ് ഒ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിലെ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. 27001 അതെ. എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ടോപ്പിക്കിലേക്ക് നമുക്ക് കടങ്ങാം. അതെ. എന്തായാലും നമ്മളിപ്പോൾ, ഫിഷിംഗ് ഫിഷിംഗ് അല്ലേ അതെ, നമ്മൾ എത്തിക്കൽ നോക്കുന്നത്? ഹാക്കിംഗ് തുടങ്ങിയോണ്ട് ഫിഷിംഗിലേക്ക് തന്നെ പോകാം. ഫിഷിംഗ്. ഫിഷിംഗ് ഫിഷിംഗ് ആണ് മെയിൻലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സൈബർ ക്രൈം എന്ന് പറയണം, അല്ലേ? സൈബർ ക്രൈം മാത്രമല്ല, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിസ്കോഡ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതെ ഡിസ്കോഡ്, റൈറ്റ്? അപ്പോൾ അതെ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും പലവട്ടം ഡി എം മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ, മറ്റേ സ്കീമിനകത്ത് നിന്ന് അതെ $50 കിട്ടും എന്നുള്ളത്. കിട്ടിയിട്ടുണ്ടോ? അതെ 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 അതെ. കിട്ടിയിട്ടുണ്ടോ? ഫേക്ക് ഇമെയിൽസ്, ഫേക്ക് മെസ്സേജ്, അതെ. എനിക്ക് വന്നു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് പോയി, ആളുടെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ ബാക്കിയുള്ളവർക്കും എനിക്കും എല്ലാവർക്കും സ്റ്റീം $50 സ്റ്റീം റീഡീം ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു ക്ലിക്ക് ബെയ്റ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കണ്ടു കഴിഞ്ഞാൽ ആരാണേലും ആ $50 കിട്ടത്തില്ലേ എന്നും പറഞ്ഞ് ആരാണേലും എത്തി ക്ലിക്ക് ചെയ്യാൻ തോന്നും. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത് വൺ ഓഫ് ദി ഫിഷിംഗ് മെത്തേഡ്സ് ആണ്. കാരണം ഞാൻ നിങ്ങളുടെ ഓൾറെഡി ടോപ്പിക് ഡിസ്കഷൻ ചോദിച്ച സമയത്ത് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ ഓൾറെഡി എത്തിക്കൽ ഹാക്കിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ.
ആ എത്തിക്കൽ അതെ. ഹാക്കിങ്ങിനകത്ത് ഓഫ് കോഴ്സ് നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ പല ആൾക്കാർ ഈ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, പല ആൾക്കാർ ഈ ഒരു ഫീൽഡ് ഫോക്കസ് ഉം. ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പോയി പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, സൈബർ സെക്യൂരിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്, അറ്റാക്ക് ചെയ്യാൻ അറിയാവോ? അറ്റാക്ക് ചെയ്യാൻ അറിയാവോ? അറിയാവോ? അതെ. അറ്റാക്ക് ചെയ്യാൻ അറിയാം. ഫിഷിംഗ് ഉം. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഫിഷിങ്സ് ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഈ ഇമെയിൽ മെത്തേഡ് ഫിഷിംഗ്. ഫിഷിംഗ്, സ്പിയർ ഫിഷിംഗ്, സ്മിഷിംഗ്, വിഷിംഗ്, എന്തൊക്കെ പേരല്ലേ? ഫിഷിംഗ് എന്ന് പറയുമ്പോൾ SMS ത്രൂ റൈറ്റ്. അതെ. വിഷിംഗ് എന്ന് പറയുമ്പോ വോയിസ് ഓർ ആ രീതിക്കുള്ളത്. മറ്റേ ഒരു ഫിലിമിനകത്ത് നമ്മൾ കണ്ടില്ല, എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ ജാവയ്ക്കകത്ത് തോന്നുന്നു, ഒരു ബാങ്ക് മാനേജറിനെ അതെ. വിളിച്ചിട്ട്, ഉം. ബാങ്ക് അതെ, അതെ, മാനേജറിനെ അതെ. വിളിച്ചിട്ട് ഒരു കോൾ, ലൈക്ക് പുള്ളിയോട് ചോദിക്കുന്ന OTP പോയി. ഓഫ് കോഴ്സ് അത് പോവും. ഇപ്പം ഒരുപാട് സിനിമകളിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ തെറ്റ് വശങ്ങളും. എല്ലാം മലയാളം സിനിമകളാണെങ്കിലും നമ്മുടെ അല്ലാതെ ബോളിവുഡ് ഹോളിവുഡ് ഫിലിംസിലാണെങ്കിലും ഇതിന്റെ എല്ലാം എന്താ ടൈപ്സ് ഓഫ് ഫിഷിംഗ് അതിൽ കാണിക്കുന്നുണ്ട് ആസ് എ ഹാക്കർ ഓരോരുത്തർ ചെയ്യുന്നതായിട്ട്. പക്ഷേ ഇതിനകത്ത് ഞാനൊരു കേസ് പറയട്ടെ. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും സ്പാം ഔട്ട് വരുന്ന ഒരു കാര്യമാണ് ഫിഷിംഗ് എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മെത്തോളജി എന്ന് പറയുന്നത് എല്ലാവർക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈവൻ എനിക്കാണെങ്കിലും അതെ. നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ നമുക്ക് DM വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് തന്നെ മെയിൽസിനകത്ത് സ്പാംസ് വരാറില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാം. എനിക്ക് ഇപ്പോൾ UK അല്ല, UK വന്നിട്ടുള്ള കേസാണ് ഞാൻ പറയുന്നത്. ആ. ഓക്കെ. UK നമ്മുടെ ഒരു കോമൺ ആയിട്ട് അല്ലെ, ഒരു ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, എനിക്ക് പേര് പറയാൻ ഉം. പറ്റില്ല കാരണം വെച്ചാൽ നമ്മളെ കൊണ്ടുപോകും ഇവിടുത്തെ കേസ് വെച്ചിട്ട് പേര് പറയാൻ ആ. പറ്റില്ലല്ലോ. അപ്പോൾ അവിടുന്ന് എനിക്ക് ഒരു ഫിഷിംഗ്, ഓഫ് കോഴ്സ് ഫിഷിംഗ് ആണ്. കാരണം അതിനകത്ത് ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ടാണ് ഫിഷിംഗ് വരിക. ഉം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ലൈക്ക് അതിനകത്ത് പറയുന്നത് എന്നെ ഹയർ ചെയ്തേക്കുന്നു, എന്നെ ഹയർ കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഡീറ്റെയിൽസ് അവരെ പ്രൊഫൈലിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരിക. അതെ. നമുക്ക് മെസ്സേജ് മെയിൽ മെസ്സേജ് വന്നേക്കും. വരുന്നല്ലേ? ലൈക്ക് പറഞ്ഞുതരാം. അതെ. ഹലോ അനന്ത്, ബി നു അർജുൻ, വി നോട്ടീസ് ദാറ്റ് യു ഹാവ് ബി ഓപ്പൺ എ പ്രീവിയസ് ഇമെയിൽ കണ്ടെയ്നിങ് ദി നെസസറി ഇൻഫർമേഷൻ ഫോർ യുവർ ജോബ് ഓപ്പർച്യൂണിറ്റി. യു ലൈക്ക് ടു ഫിൽ അപ്പ് യുവർ ഡീറ്റെയിൽസ് ഇൻ ബിലോ ഉം. ലിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. സോ എനിക്ക് ഇതിനകത്ത് ഒരുപാട് അതുപോലെ വരുന്നു, ഒരു സ്പാം മെസ്സേജസ്, കാര്യങ്ങള്, കോൾസ്. കോൾസ് ഉണ്ട് തീർച്ചയായിട്ടും. കോൾസും ഇപ്പം മെയിനാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം UK പോലത്തെ ഒരു കൺട്രിയിൽ ആസ് എ സ്റ്റുഡൻറ്റോ ആസ് എ എബ്രോഡിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെയൊക്കെ നമ്പേഴ്സ് പെട്ടെന്ന് ഈ സ്കാമേഴ്സിൻ്റെ കയ്യിലോട്ട് ലീക്ക് ആവുന്നുണ്ട്. അവരുടെ നെറ്റ്വർക്ക് നോക്കണം, എന്ത് വലിയ നെറ്റ്വർക്കാണെന്നേ. തീർച്ചയായിട്ടും അത് നെറ്റ്വർക്കിംഗ് നമ്മൾ മാത്രമല്ല, മാത്രമല്ല, എല്ലാരും വരുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, വലിയ കമ്പനീസ് ആയ ഗൂഗിളും ഫേസ്ബുക്കും 2016 ഒരു ആളിങ്ങനെ ഒരു ഫേക്ക് ഇൻവോയ്സ് സെൻഡ് ചെയ്ത് അറൗണ്ട് 100 മില്യൺ എന്തോ ആണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ആ, വലിയ വലിയ കമ്പനീസ് ആയ ഗൂഗിൾ ആൻഡ് ഫേസ്ബുക്കിന്റെ കയ്യിൽ നിന്ന് വരെ. അതിനകത്ത് വേറെ കേസ് പറയട്ടെ. ഈ ഫേസ്ബുക്കിന്റെ കേസ് പറഞ്ഞിട്ട് പണ്ട് സമയത്ത് ഓർമ്മയുണ്ടോ, മറ്റേ എത്ര വർഷം കഴിയുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കുറെ ആ. അതെ. സംഭവങ്ങൾ ഇറങ്ങിയിട്ട്, അത് ഒരു ഫിഷിംഗ് അതെ, അതെ, ആയിരുന്നു. അതെ, അതെ. അത് ഫിഷിംഗ് സ്കാം ആയിരുന്നു. അതെ. നമ്മുടെ ഫേസ് IDസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ? ലോഗിൻ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സൈൻ ആ. ചെയ്തേക്കുന്ന ആ, വേറെ ആ, ഏതൊക്കെയോ നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ്. ഓക്കെ. വേറെ ഏതൊക്കെയോ സൈറ്റിലായിരുന്നു നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ. അതും ഈവൻ ഒരു ഫിഷിംഗ് മെത്തേഡ് ആയിരുന്നു. എങ്ങനെ ഫിഷിങ്ങിനെ എങ്ങനെ അതെ. ഒരു അല്ലെങ്കിൽ തടുക്കാമെന്നാണോ? ഒരു ഒരു ഏരിയ വരെ പ്രിവെന്റിങ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു അവെയർ ആയിരിക്കണം. നമ്മൾ ഇതിന്റെ മെയിൻ, ഇതിനെ പറ്റി അവെയർ ആയിരിക്കണം. അല്ലാണ്ട് ലൈക്ക് നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രിവെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ മെയിൽസും കോൾസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. നമ്മൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു 10 വട്ടം ആലോചിക്കണം എന്ത് ടൈപ്പ് ലിങ്കാണ്. വായിച്ച് നോക്കണം, ഓക്കെ അത് ജെനുവിൻ ലിങ്ക് ആണോ. ഇതെല്ലാം നമ്മൾ ക്ലിയർ ആണ്, ഓക്കെ ആണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2 ഫാക്ടറി ഒത്തൻറ്റിക്കേഷൻ. നമ്മുടെ എല്ലാ
നമ്മളെ എന്താ പറയണേ, ആപ്സ് വാട്സാപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാത്തിനും ടു ഫാക്ടറി ഒത്തന്റിക്കേഷൻ കൊടുക്കുക. അതൊരു ലൈക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്, അല്ലേ? തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഈ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ഒരു നേരത്തെ എൻ്റെ കേസിന് ഒരു മെയിൽ വന്ന കേസ് പറഞ്ഞില്ലേ, അതിനകത്ത് ഉം, ഫസ്റ്റില് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക ഒരു ഓർഗനൈസേഷൻ്റെ നെയിം അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ പേരായിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഓഫ് കോഴ്സ് നമ്മൾ മറ്റേ അതിൻ്റെ അതെ ഒറിജിനേറ്റഡ് മെയിലിൽ ചെക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു മെയിൽ ഇല്ല അല്ലെങ്കിൽ അതല്ല അവരുടെ ഡൊമൈൻ എന്ന് അറിയാവൂ. അപ്പൊ ഉം, തീർച്ചയായിട്ടും ആ ഒരു അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സോഴ്സ് അതിന്റെ ജെന്യൂനിറ്റി നമ്മൾ എപ്പോഴും ചെക്കൗട്ട് ചെയ്യണ്ടേ. അതെ. ആ, പിന്നെ ആ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ്. നമ്മൾ ഈ ആ, ര- മൊ- ആ, കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ പേര് പാസ്വേഡായിട്ട് ഇടുക, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെയോ വൈഫിൻ്റെയോ ഒക്കെ പേര് പാസ്വേഡായിട്ട് ഇടുക. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, ഈ നമ്മളെ കൂടെ നിൽക്കുന്നവർ ഈ ഫിഷിങ് പോലത്തെ മോശമായിട്ടുള്ള സൈബർ ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് ഗസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കീപ്പ് ചെയ്യണം. ആൻഡ് നമ്മൾ എപ്പോഴും സ്പാം ഇമെയിൽസ് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം ഈ ഫിഷിങ്ങിനെ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു പ്രിവെൻഷൻ മെത്തേഡ്, അല്ലേ? തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇതിന് ഓരോ ലോസസും ഉണ്ട്. ഇനിയിപ്പോ പല ഉം, ആൾക്കാർക്ക് അറിയാത്തുള്ള ഏരിയ ആണ്, അറിയുന്ന ഉം, ആൾക്കാരുണ്ട്. അതെ. എല്ലാവർക്കും ഉം, നല്ല കുറച്ച് ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റി അല്ലെങ്കിൽ ഈ ലോസിനെ പറ്റിയിട്ട് ഞാൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗവൺമെന്റ്സിനകത്ത് വന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ലൈക്ക് ഇങ്ങനെ നിയമമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഈവൻ ഫിഷിംഗ് ഉൾപ്പെടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇതിനെതിരെ പ്രിവെൻഷൻ എടുക്കണം എന്ന് പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. സോറി. അതെ അതെ. അപ്പോൾ അതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിനൊരു പ്രിവെൻഷൻ എന്ന രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതെ. നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയാൻ ഇതൊക്കെ ഉള്ളൂ മെത്തേഡ്സ്. ഭയങ്കര പ്രിവെൻഷൻ മെത്തേഡ്സ് വളരെ കുറവും, അതേസമയം ആ, എന്താ പറയണേ, അറ്റാക്കിംഗ് അറ്റാക്കിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ്, അവർ ബ്രീച്ചിങ് മെത്തേഡ്സ് മെത്തേഡ്സ്. വളരെ വലുതുമാണ്. ബ്രീച്ചിങ് മെത്തേഡ്സ് വളരെ വലുതുമാണ്. അതെ. ഉം. നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജ് പോലും അല്ലെങ്കിൽ വരുന്ന ഓരോ സാധനങ്ങൾ പോലും ഡബിൾ ചെക്ക് ചെയ്യാതെ ഒരിക്കലും ഡബിൾ ഇത് ചെക്കും നമ്മള് ചെക്ക് എല്ലാം പോട്ടെ, സെൻഡ് ചെയ്യുന്നത് ആരാണ് എന്നൊരു ബോധം നമുക്ക് വേണം എപ്പോഴും. നമ്മൾ ഒരു സാധനം ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ ഇത് ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നാണോ വന്നേക്കുന്നത്. ഈവൻ ലൈക്ക് ഇപ്പം മറ്റേ കോൾസും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, അത് ഇത് തന്നെ നമ്മൾ ലൈക്ക് ഫുള്ളി അവെയർ ആയിരിക്കണം. ഓക്കെ, എന്താണ് നടക്കുന്നത്, നമ്മൾ പാനിക് ആവാൻ ശ്രമിക്കരുത്. പാനിക് ആവാതെ കാമായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റണം നമുക്ക്. മാൽവെയർ എപ്പോഴും എന്ന് ഒരു പറയുന്നതും കാം മെന്റാലിറ്റി വേണം. ഈ ഒരു ഇതിനകത്ത് അത്യാവശ്യം ഹൈ കോൺസിക്യൂട്ട് ആയിട്ടുള്ള ഏരിയ ആണ്, കോൺസിക്വൻസ് ആയിട്ടുള്ള ഏരിയ ആണ് മാൽവെയർ അതെ എന്ന് പറയുന്നത്. ലൈക്ക് അതെ അത് ഞാൻ ഒരു കേസ് പറയട്ടെ. KGF 2 ഇറങ്ങുന്നതിന് മുമ്പ് ടെലഗ്രാമിനകത്ത് KGF 3 വന്നിട്ടുണ്ട്, അറിയോ? അതെ. ഞാൻ ഞാ ബിടെക് പഠിക്കുന്ന സമയത്ത് തോന്നുന്നു KGF 3 ടെലഗ്രാമിൽ ഇറങ്ങിയത്. അതെ അതെ. വിത്ത് ഡൗൺലോഡിങ് സോഴ്സസ് ഉണ്ട്. അതായത് ഏകദേശം ഉം, 1.5 GB അല്ലെങ്കിൽ ഫുൾ HD 4K പ്രിന്റ് കാണിക്കുന്ന രീതിയിലുള്ള സൈസ് വരുന്ന രീതിയിൽ, ഫയൽ സൈസ് വരുന്ന രീതിയിലുള്ള ഡൗൺലോഡിങ് സോഴ്സസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതെ. പക്ഷേ ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകുന്നോ അല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്നൊന്നും ലൈക്ക് അറിയില്ല. അല്ലെങ്കിൽ ഫയൽ കോപ്പി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് പഴയ മറ്റേ മെറ്റാസ്പ്ലോയിറ്റ് വെച്ചിട്ട് ഉം, നമുക്ക് അറ്റാക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതെ. അതിനകത്ത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ലൈക്ക് ഉം, ഇനിഷ്യലൈസിങ് അല്ല, നമുക്ക് അതിന് ഡൗൺലോഡിങ് സോഴ്സ് പാത്ത് വേണമെങ്കിൽ ഉം, അതിനകത്തൊക്കെ പ്രീഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ ഗെയിംസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഗെയിംസ് എല്ലാരും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന, അവരുടെ കുറ്റമല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ക്രാക്ക് വെർഷൻസ് ഒക്കെ ഓരോ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ ട്രോജൻ ഹോഴ്സ് പോലത്തെ വലിയ വലിയ വൈറസുകളൊക്കെ ആയിരിക്കും കയറുന്നത്, അല്ലേ? മാൽവേഴ്സ് ആയിരിക്കും കയറുന്നത്, അല്ലേ? റാംസം ഫയൽസ്, അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. റാംസം ഫയൽസിനെ കുറിച്ച് റാംസംവെയർ. സംസാരിക്കുകയാണെങ്കിൽ അതെ കുറേ ഉണ്ട്. അതെ 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 അതെ.
ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ വെബ്സൈറ്റ് സ്കാനിങ് ചെയ്യാനുള്ള ഇത് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ഔട്ട് ചെയ്യുക, അതെ അല്ലാതെ എപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് അതെ ലൈക്ക് അല്ലെങ്കിൽ എന്താണ് എപ്പോഴും പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കണം. വേറൊന്ന് നമ്മളൊന്ന് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പെഷ്യൽ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം എന്തും ചെയ്യുക. ടു ഫാക്ടർ ഒതന്റിക്കേഷന് അതാണ് ഫിഷിംഗ് നമുക്ക് ത്രൂ എടുക്കാൻ പറ്റും അല്ലേ? അതെ, ടു ഫാക്ടർ എടുക്കാൻ ഒതന്റിക്കേഷൻ പറ്റും, പോലെ. എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റത്തില്ല എന്നല്ല. പക്ഷേ നമുക്ക് ആകെ കൂടി ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഒരു പാസ്വേഡ് മാനേജറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കുറച്ച് സെക്യൂർഡ് ആയിരിക്കും. അതെ, എത്ര അതെ പറയാൻ അതെ പറ്റും. ആ എനിക്ക് തോന്നുന്നു ഗൂഗിൾ പാസ്വേഡ് മാനേജർ ആൻഡ് ആപ്പിളിന്റെ ഒക്കെ പാസ്വേഡ് മാനേജർ കുറച്ച് നല്ലതാണല്ലേ. വൺ പക്ഷെ പാസ്വേഡും ഗൂഗിൾ പാസ്വേഡ് മാനേജർ പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വൺ ടൈം ആ ഇമെയിൽ പോയി കഴിഞ്ഞാൽ, ഗൂഗിളിലെ സോറി പ്രൈമറി ജിമെയിൽ ഇമെയിൽ പോയി കഴിഞ്ഞാൽ. ജിമെയിൽ പോയി കഴിഞ്ഞാൽ പോയി. പക്ഷെ ഇതിനകത്തൊരു ഉം, ബെനിഫിറ്റ് പറഞ്ഞാൽ ഞാൻ ഒരു കേസ് പറയട്ടെ. ഇപ്പിന് ഉം. ആൾക്കാര് അല്ലെങ്കിൽ വറീഡ് ആയിട്ട് പാനിക് ആയിട്ട് ചെയ്യുന്ന പല പല സിനേഴ്സ് ഉണ്ട്. ഇപ്പോൾ നോർമലി ഫിഷിംഗ് ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ യൂസർ നെയിംസ് പാസ്വേഡ്സും സോറി പേഴ്സണൽ ഡേറ്റാസ് ബ്രീച്ച് ആവുന്നത്. യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡേറ്റാസ് ബ്രീച്ച് ആവുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ക്രെഡൻഷ്യൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ യൂസർ നെയിംസ് ആണെങ്കിലും പോവുക, റൈറ്റ്. ഇതിനകത്ത് നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ആണ് ഈ ഒരു ഇമെയിൽ അഡ്രസ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിളിന്റെ അതിന് സപ്പോർട്ട് റിട്രീവ് ഉണ്ട്. ചെയ്യാൻ പറ്റും. എല്ലാത്തിനും അവരുടെ സപ്പോർട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതെ ഇത് അറിയാതെ പല ഈ പല കുഴിയിലും പോയി ചാടുന്ന പല ആൾക്കാരും ഉണ്ട്. അതെ ഇത് എന്താ പറയണ, ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാരും അവെയർ അല്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയാം, ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഇതെന്താണ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല ആർക്കും. അതെ, അതാണ് ഏറ്റവും എല്ലാവർക്കും വലിയ പ്രശ്നം. അറിയാം, ഓക്കെ, ഇങ്ങനെ സ്കാം നടക്കാം, ഹാക്കിങ് നടക്കാം. എല്ലാവർക്കും അങ്ങനെ ഒരു വാസ്റ്റ് നോളേജ് ഉണ്ടെന്നേ ഉള്ളൂ. അതെങ്ങനെ നടക്കാം, ഏതൊക്കെ രീതിയിലാണ് നടക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് കുറവാണ് ആൾക്കാർക്ക്. അതാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കാനുള്ള മെയിൻ റീസൺ. മെയിനായിട്ട് വരിക ഈ പറയുന്ന തൊട്ട് ബാങ്ക് അലർട്ട്സ് ആണ് മെയിലിൽ കൂടെ വരുന്നത്. ഇപ്പൊ നമ്മുടെ അതെ സിനറിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലിങ്ക്ഡിനും ഇൻഡീഡ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻഡീഡ് ആ ഒരു റെഫറൻസ് വെച്ചിട്ട് നമുക്ക് മെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് അതിനകത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കലി വിസിബിൾ ആക്കുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ജോബ് അലേർട്ട് എന്ന രീതിയിൽ ഫിഷിംഗ് അല്ലെങ്കിൽ സ്കാം മെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്താണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നു തുടങ്ങിയ ഫേക്ക് ബാങ്ക് അലേർട്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. മറ്റേ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, ഇത്ര രൂപ അടിച്ചാൽ ലോൺ കിട്ടും എന്ന രീതിയിലൊക്കെയുള്ള ഏറ്റവും അതെ കൂടുതൽ. ആ ആൾക്കാരെ ഇമോഷണലി പിടിച്ചിരുത്തുവാണ്. ലൈക്ക് അവരുടെ കഷ്ടപ്പാടും ഓരോരുത്തർക്കൊക്കെ മണി ഇഷ്യൂസ് ഒക്കെ കാണുമ്പം അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയാണ് ഈ സംഭവം. ഇമോഷണലി അവരെ അതിലോട്ട് വലിച്ച്, ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്താഗതിയിലൊക്കെ ആക്കി. അങ്ങനെയാണ് ഈ മിക്ക ക്രൈംസ് നടക്കുന്നത്, അങ്ങനെയാണ് സൈബർ ക്രൈംസ് നടക്കുന്നത് അങ്ങനെയാണ്. ഇമോഷണലി ഒരു ഹ്യൂമന്റെ മെന്റൽ സ്റ്റേറ്റ് യൂസ് ചെയ്താണ് എല്ലാ ക്രൈംസും നടക്കുന്ന ഈ ലോകത്ത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ഒരു കേസ് ഉണ്ട്. അതിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ കോമൺലി നമ്മൾ ഇതിനകത്തെല്ലാം ഈ നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഗൂഗിൾ ചെയ്യണം. ഇപ്പോൾ ഞാനാണെങ്കിലും പല കേസസും നമ്മുടെ ചാറ്റ് GPT അല്ലെങ്കിൽ കോപ്പയായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഗൂഗിളിനകത്ത് ചെയ്യാറുണ്ട്. ഈ മോസ്റ്റ്ലി നമ്മൾ അതെ ഗൂഗിൾ യൂസ് ചെയ്യുന്ന ഇതിലെല്ലാം സെർച്ച് ഹിസ്റ്ററീസ് എല്ലാം ആഹ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനകത്ത് സേവ് ആവുന്നുണ്ട്. ലൈക്ക് നമുക്കത് ആക്ടിവിറ്റി അറിയാൻ പറ്റും എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് പല അതെ സാധനങ്ങളും നമ്മൾ പെർമിഷൻ അലോ ചെയ്യുന്ന സമയത്ത് ഈ ആക്ടിവിറ്റിയും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ഏരിയസിലും. നമ്മൾ അതെ എന്താണ് ഇപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി സൈറ്റ് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഡ്രൈവ് ത്രൂ നമ്മൾ പല ഫയൽസും ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പെർമിഷൻസ് ചോദിക്കുന്ന തരത്തില്ല, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ അവിടെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് പെർമിഷൻസ് ആക്ടിവിറ്റി പെർമിഷൻസ് ചോദിക്കുന്ന തരത്തില്ല. അപ്പോൾ ഈ ഒരു അതെ ഇത് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇന്ന ആൾ ഇന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര നീഡ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാം അതിനകത്ത് വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായും. തീർച്ചയായിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ
ടു ഫാക്ടർ authentication നമ്മൾ മെന്റലി സ്ട്രോങ് ആയിരിക്കണം. ടു ഫാക്ടർ authentication വേണം. അല്ലേ? അതെ, തീർച്ചയായിട്ടും വെന്റലി സ്ട്രോങ് എന്നല്ല, അതെ സോഴ്സിനെ കുറിച്ച് ഉം. അറിഞ്ഞിരിക്കണം. അതെ അതെ അതെ, സോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതെ, അതായത് മറ്റേ പ്രിപ്പയർഡ് ആയിരിക്കണം. കോ പ്രിപ്പയർഡ് ആയിരിക്കണം. പൈലറ്റിനോടെ അല്ല, ഞാൻ മെത്തഡോളജി പറയുന്ന കാരണം ബെറ്റർ, ഞാൻ കോ പൈലറ്റിനോട് ജസ്റ്റ് സിമ്പിൾ വേർഡ്സിനകത്ത് വെച്ച് പ്രിവെൻഷൻ എന്താണ്, അപ്പോൾ എന്താ പറയുന്നത് അറിയാം, സ്റ്റേ ഇൻഫോംഡ്, തിങ്ക് ബിഫോർ ഈ ക്ലിക്ക്. യാ, അതെ അതെ, എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. സ്റ്റേ ഇൻഫോംഡ്, തിങ്ക് തിങ്ക് ബിഫോർ ബിഫോർ യു ക്ലിക്ക്. ക്ലിക്ക്. അതെ. അപ്പൊ നമുക്കെന്നാ നമ്മുടെ ഫസ്റ്റ് ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. യാ, ഗ്രേറ്റ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത താങ്ക് യു എപ്പിസോഡ് ഗൈസ്. തന്നെയായിരിക്കും, അടുത്ത സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ തന്നെയായിരിക്കും നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യുന്നതും. ആൻഡ് പല നമുക്ക് ടൂൾസ് വേണ്ടി ഡിസ്കസ് ആവട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ പല ടൂൾസ് പല ഡിസ്കസ് ടൂൾസ് ചെയ്യാം. ഉണ്ട്. ഫോറൻസിക് ഡിസ്കസ് ചെയ്യുന്ന ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് സൈബർ സെക്യൂരിറ്റിയിൽ. അപ്പോൾ വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാവ് എ നൈസ് ഡേ.